ഹെഡ്ലൈൻസ് PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി PSC LGS പരീക്ഷകളിൽ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 100 ഗണിത ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ 30 ചോദ്യങ്ങൾ കഴിഞ്ഞ 3 പാർട്ടുകളായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും വളരെ കൃത്യമായി തന്നെ നിങ്ങൾ എഴുതി വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. വരുന്ന പരീക്ഷകളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും. എന്തായാലും നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ 31ാമത്തെ ചോദ്യം ഇതാണ്. എക്സ് ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? ചോദ്യം എന്താ? എക്സ് ജോലിക്കാർ ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെങ്കിൽ 2x ജോലിക്കാർക്ക് അതിന്റെ പകുതി ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം? സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താം. ഓപ്ഷൻ നോക്കി 6, 4, 3, 12. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ജോലിക്കാർക്ക് ഒരു ജോലി 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയും അല്ലേ? എങ്കിൽ 2x ജോലിക്കാർക്ക് അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാം എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ജോലിക്കാർ എന്നുള്ളത് ഇപ്പോൾ എത്രയായി? 2x ജോലിക്കാരായി എന്ന് പറഞ്ഞാൽ ജോലിക്കാരുടെ എണ്ണം ഇവിടെ ഇരട്ടിക്കുകയാണ്. ശരിയല്ലേ? ജോലിക്കാരുടെ എണ്ണം ഇരട്ടിച്ചാൽ തീർച്ചയായിട്ടും അവർ ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസത്തിന്റെ എണ്ണം നേരെ പകുതിയാകണം. ശരിയല്ലേ? ഇവിടെ ജോലിക്കാരുടെ എണ്ണം ഇരട്ടിച്ചാൽ ചെയ്തു തീർക്കുന്ന ദിവസങ്ങളുടെ എണ്ണം പകുതിയാകും. ഉദാഹരണം എന്താണ്ട്? ഇപ്പോൾ 10 ജോലിക്കാർ ഒരു ജോലി 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. എങ്കിൽ 20 ജോലിക്കാർ അതേ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ആദ്യം 10 ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അവർക്ക് 20 ദിവസം വേണം ഇത് ചെയ്തു തീർക്കാൻ. അപ്പോൾ ഇവിടെ നോക്കി 20 ജോലിക്കാരായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയായി ഇവിടെ ജോലിക്കാരുടെ എണ്ണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 20 ദിവസം അവർക്ക് വേണോ? വേണ്ട, ഇതിന്റെ പകുതി ദിവസം മതി. അതായത് 10 ദിവസം കൊണ്ട് ഈ ജോലി ചെയ്തു തീർക്കാം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ദാണ്ട് എക്സ് ജോലിക്കാർ എന്നുള്ളത് ഇവിടെ 2x ജോലിക്കാരായി. അതായത് ജോലിക്കാർ ഇരട്ടിച്ചു. തീർച്ചയായിട്ടും ദിവസങ്ങളുടെ എണ്ണം, ചെയ്തു തീർക്കാൻ എടുക്കുന്ന ദിവസത്തിന്റെ എണ്ണം പകുതിയാകും. അതായത് 6 ദിവസം കൊണ്ട് ഈ ജോലി അവർക്ക് പൂർത്തിയാക്കാൻ കഴിയും അല്ലേ? അപ്പൊ എന്താണ് നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? ഓപ്ഷൻ A 6 കിടപ്പുണ്ട് അല്ലേ? നമ്മൾ അതങ്ങ് കറപ്പിക്കുകയും ചെയ്യും. പക്ഷെ ചോദ്യം അതാണോ ഇവിടെ? അല്ല. അവർക്ക് 2x ജോലിക്കാർക്ക് ആ ജോലിയുടെ പകുതി ചെയ്യാൻ എത്ര ദിവസം വേണമെന്നാ. ഇവിടെ 2x ജോലിക്കാർക്ക് ആ ജോലി മുഴുവനായിട്ടും ചെയ്യാൻ 6 ദിവസം വേണം അല്ലേ? എങ്കിൽ അതിന്റെ പകുതി ചെയ്യാൻ എത്ര ദിവസം വേണം? ഇതിന്റെ പകുതി ദിവസം, അതായത് 3 ദിവസം പോരെ ഇവർക്ക് ആ ജോലി ചെയ്ത് തീർക്കാൻ. അതായത് നമ്മുടെ ആൻസർ എത്രയാണ്? അതായത് ഓപ്ഷൻ C 3 ദിവസമാണ് നമ്മുടെ ആൻസർ. സിമ്പിളായിട്ട് മനസ്സിലായേ? ക്ലിയർ ആണേ? അടുത്ത ചോദ്യം നോക്കിയേ. റൂട്ട് 4 36 25 സമം എത്രയാണ്? ചോദ്യം എന്താ? റൂട്ട് 4 36 25 സമം എത്രയാണ്? ഇവിടെ എങ്ങനെ കണ്ടെത്താം നമുക്ക് ഇതിന്റെ ആൻസർ? അതായത് ഇവിടെ റൂട്ടിനുള്ളിൽ ഒരു മിശ്ര ഭിന്നമാണ് തന്നിരിക്കുന്നത് അല്ലേ? ഒരു മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ സിമ്പിളായിട്ട് കിട്ടും. ഉദാഹരണം, ഞാൻ ഇവിടെ ഒരു മിശ്ര ഭിന്നം എഴുതുക. 3 2 1 എന്നൊരു മിശ്ര ഭിന്നം. ഇതിനെ നമുക്ക് വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ഈ പൂർണ്ണസംഖ്യയും ഛേദത്തിലെ സംഖ്യയും തമ്മിൽ ആദ്യം ഗുണിക്കണം. അതിനോടുകൂടി അംശത്തിലെ സംഖ്യ കൂട്ടിയിട്ട് അംശമായിട്ട് എഴുതണം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നമുക്കൊന്ന് ചെയ്യാം. 3 ഗുണം 2 നമുക്കറിയാം 6 അല്ലേ? ഇത് തമ്മിൽ ആദ്യം ഗുണിക്കുന്നു. അതിനോടുകൂടി ഒന്നുകൂടി കൂട്ടണം. അതായത് അംശത്തിലെ സംഖ്യ കൂട്ടുമ്പോൾ 7 എന്ന് കിട്ടും. ആ 7നെ നമ്മൾ അംശമായിട്ട് എഴുതണം. ഇനി ഇവിടുത്തെ ഛേദത്തിലെ സംഖ്യ എന്താണോ അത് തന്നെ എടുത്ത് ഇവിടെയും ഛേദത്തിൽ കൊടുക്കുക. അതുകൊണ്ട് ഇവിടെ ഛേദത്തിലെ സംഖ്യ 2 ആണ്. അതേ 2 നമ്മൾ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ വിഷമ ഭിന്നത്തിലേക്ക് ഇത് മാറ്റി. ക്ലിയർ? ഇനി ഇതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ നമ്മുടെ ആൻസറായി. അതായത് ആദ്യം നമുക്ക് ആ റൂട്ട് അതേപോലെ അങ്ങിടാം. ഇനി എന്താ ചെയ്യേണ്ടത്? പൂർണ്ണസംഖ്യയും ഛേദത്തിലെ സംഖ്യയും തമ്മിൽ ആദ്യം ഗുണിക്കണം അല്ലെ? 36 ഗുണം 4 എത്ര കിട്ടും? 36 ഗുണം 4 എത്ര കിട്ടും? 6 4 24 ശിഷ്ടം 2 4 3 12 2 14 144 എന്ന് കിട്ടും. ഇനി അതിനോടുകൂടി എന്ത് ചെയ്യണം? അംശത്തിലെ സംഖ്യ കൂട്ടണം. ഇവിടെ അംശത്തിലെ സംഖ്യ എത്രയാണ്? 25 ആണ്. അതായത് 25 കൂടി ഇതിന്റെ കൂടെ കൂട്ടണം. ഓക്കെ, എത്ര കിട്ടും നമുക്ക്? 169 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അംശത്തിൽ എഴുതേണ്ട സംഖ്യ കിട്ടി 169. ഓക്കെ, ഇനി ഛേദത്തിലെ സംഖ്യ ഏതാണ് എഴുതേണ്ടത്? ഇവിടെ ഛേദത്തിലെ സംഖ്യ ഏതാണോ അത് തന്നെ എഴുതിയാൽ മതി. അതായത് ഇവിടെ 36 അല്ലേ? അതുകൊണ്ട് അതേ 36 നമ്മൾ എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതും. ഇപ്പൊ നമ്മുടെ ആൻസർ ആയോ? ഇവിടെ ഇല്ല. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ 169ന്റെ റൂട്ടും 36ന്റെ റൂട്ട് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അല്ലേ? അതായത് 169ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ് അല്ലേ? 13ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 13ന്റെ വർഗ്ഗമാണ് എന്തെന്ന് പറയുന്നത്? 169. അതായത് 169ന്റെ വർഗ്ഗമൂലം എത്രയാണ്?
13. ഇനി 36ന്റെ വർഗ്ഗമൂലം എത്രയാ? ഏത് സംഖ്യയുടെ വർഗ്ഗമാണ് 36? 6ന്റെ വർഗ്ഗമാണ് 36 അല്ലേ? എങ്കിൽ 36ന്റെ വർഗ്ഗമൂലം എത്രയാ? 6 ആണ്. അതായത് 6ൽ 13 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് ഓപ്ഷനിൽ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 13നെ നമ്മൾ 6 കൊണ്ടൊന്ന് ഹരിച്ചു നോക്കുക. അതായത് 6 2 12 ശിഷ്ടം 1. ക്ലിയർ. ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? ഹരണഫലത്തിലെ സംഖ്യ നമ്മൾ എപ്പോഴും പൂർണ്ണസംഖ്യയായിട്ട് എടുക്കുക. അതായത് 2ഉം ഇനി അടുത്ത തൊട്ട് താഴെയുള്ള സംഖ്യ എടുക്കുക, അതിനെ ഛേദമായിട്ട് എഴുതുക. 2ഉം 6ൽ 1. ഇനി ഒരു സംഖ്യ ഉണ്ടല്ലോ ശിഷ്ടമായിട്ട് കിടക്കുന്നത്, അതിനെ നമ്മൾ അംശമായിട്ടും കൊടുക്കുക. നമ്മുടെ ആൻസറായി 2ഉം 6ൽ 1. സിമ്പിൾ അല്ലേ? ഓക്കെ ആണല്ലോ? ക്ലിയർ. ഇതാണ്ട് അടുത്ത ചോദ്യം നോക്കിയേ. 2ൽ 1നും 3ൽ 1നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? ചോദ്യം എന്താ? 2ൽ 1നും 3ൽ 1നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏത്? അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങളത് സിമ്പിൾ ആയിട്ട് അതിൻ്റെ ആൻസർ കണ്ടെത്താം. മനസ്സിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് 2ൽ 1നും 3ൽ 1നും ഇടയിലുള്ള ഭിന്നസംഖ്യയാണ് ചോദിച്ചതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം അംശം തമ്മിൽ കൂട്ടി അംശമായിട്ടും ഛേദം തമ്മിൽ കൂട്ടി ഛേദമായിട്ടും അങ്ങ് എഴുതി വെച്ചാൽ മതി. എന്ത് ചെയ്യണം? അംശം തമ്മിൽ കൂട്ടി അംശമായിട്ടും ഛേദം തമ്മിൽ കൂട്ടി ഛേദമായിട്ടും എഴുതിയാൽ മതി. അതായത് ഇവിടെ അംശത്തിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ആണ് അല്ലേ? ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ഛേദം തമ്മിൽ കൂട്ടുമ്പോഴോ 3ഉം 2ഉം 5 എന്ന് കിട്ടും. അതായത് നമ്മുടെ ആൻസറായി 2ൽ 1നും 3ൽ 1നും ഇടയിലുള്ള ഭിന്നസംഖ്യ ഏതാണ്? 5ൽ 2. സിമ്പിളായിട്ട് കണ്ടെത്തിക്കൂടെ? ക്ലിയർ ആണ്? ഒരു സാധനത്തിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിക്കുകയാണെങ്കിൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ചോദ്യം എന്താ? ഒരു വസ്തുവിന് തുടർച്ചയായി 20%, 10%, 25% എന്ന രീതിയിൽ ഡിസ്കൗണ്ട് അനുവദിച്ചാൽ ആകെ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടെത്താം. ഇവിടെ ഒരു വസ്തുവിന്റെ വില നമുക്ക് തന്നിട്ടില്ല അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വസ്തുവിന്റെ വില 100 എന്നങ്ങ് എടുക്കണം. എന്ത് ചെയ്യണം? വസ്തുവിന്റെ വില നമ്മൾ എപ്പോഴും 100 എന്നെടുക്കുക. ക്ലിയർ. അതിനുശേഷം ആദ്യം അയാൾ എന്ത് ചെയ്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് നമ്മൾ ശതമാനം എഴുതുമ്പോൾ എപ്പോഴും 100ലായിരിക്കണം എഴുതേണ്ടത് അല്ലേ? അതായത് ഇത് സാധനത്തിന്റെ വിലയാണ്, ഗുണം ഇത് നമ്മൾ എന്ത് ചെയ്തു? 20% ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 20 രൂപ, 100ൽ 20 രൂപ കുറച്ചു കൊടുത്തു എന്നാണ് അല്ലേ? അതായത് 100ൽ എത്ര രൂപയായിട്ട് മാറി? ഈ സാധനത്തിന്റെ വില 80 രൂപയായിട്ട് മാറി, 20% കുറച്ചു കൊടുത്തുകൊണ്ട്. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ വീണ്ടും അയാൾ എന്ത് ചെയ്തു? 10% കുറച്ചു കൊടുത്തു. അപ്പോഴും നമ്മൾ ശതമാനത്തിലാണ് എഴുതേണ്ടത്, അതുകൊണ്ട് 100ൽ തന്നെ എഴുതുക. 100ൽ 10% കുറച്ചു എന്ന് പറഞ്ഞാൽ എത്രയാകും? 10 രൂപ കുറച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 അല്ലേ? ക്ലിയർ. പിന്നെ എന്ത് ചെയ്തു? 25% കുറച്ചു കൊടുത്തു അല്ലേ? ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ കുറച്ചു കൊടുത്തു എന്നല്ലേ? വീണ്ടും 25% എന്ന് പറയുമ്പോൾ 100ൽ എത്രയാണ്? 25 കുറച്ചു. അപ്പൊ നമുക്ക് എത്രയായി? 75. ഇനി നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. 100 രൂപയുടെ സാധനമാണ്. ആദ്യം 20% കുറച്ചു, പിന്നെ 10% കുറച്ചു, പിന്നെ 25% കുറച്ചു. ക്ലിയർ. അങ്ങനെയാണ് നമുക്ക് ചെയ്യാലോ. ഈ 2 പൂജ്യവും ഈ 2 പൂജ്യവും നമുക്ക് വെട്ടിക്കളയാം. ഈ ഒരു പൂജ്യവും ഈ ഒരു പൂജ്യവും ഇത് തമ്മിൽ അങ്ങ് വെട്ടിക്കളയാം. ക്ലിയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 കൊണ്ട് നമുക്ക് ഇതിനെ 2നെ നമുക്ക് വെട്ടിക്കളയാം. അതായത് 25 ആണ് 100, 15 5 75. ഇനി ദാണ്ട് ഈ 8നെയും 20നെയും നമുക്ക് 4 കൊണ്ട് നിശേഷം ഹരിക്കാം അല്ലേ? അതായത് 4 2 8, 5 4 20. ഈ 5 കൊണ്ട് നമുക്ക് 15നെ വെട്ടിക്കൂടെ? 5 കൊണ്ട് 1 5 5, 3 5 15. ഇനി എന്തേ ഉള്ളൂ ഇവിടെ? 9 ഗുണം 3 ഗുണം 2. നമ്മൾ നോക്കിയേ. 9 3 27. 27 ഗുണം 2 എത്ര കിട്ടും നമുക്ക്? 54 എന്ന് കിട്ടും. അതായത് ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം 100 രൂപയുടെ സാധനം ഇപ്പോൾ എത്ര രൂപയായിട്ട് മാറി? 54 രൂപയായിട്ട് മാറി. ഉറപ്പായിട്ടും നിങ്ങളുടെ ഓപ്ഷനിൽ 54% കാണും. നിങ്ങൾ എന്ത് ചെയ്യരുത്? അത് കറപ്പിക്കാൻ പോകരുത്. കാരണം എന്താ? ഇവിടെ സാധനത്തിന്റെ വിലയാണ് നമുക്ക് കിട്ടിയത്. ഇത്രയും ഡിസ്കൗണ്ട് കൊടുത്തപ്പോൾ സാധനത്തിന്റെ വില എത്രയായി? 54 ആയി. ക്ലിയർ ആണോ? അപ്പോൾ എത്ര? 100 രൂപയുടെ സാധനം 54 രൂപ ആയെന്ന് പറഞ്ഞാൽ അവിടെ എത്ര ശതമാനമാണ് കുറവ് വന്നത്? അതായത് 100 മൈനസ് 54 അങ്ങ് ചെയ്താൽ പോരെ? നമുക്ക് എത്ര കിട്ടും? 46. അതായത് 46% ഇവിടെ ആകെ ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണ്? എന്താ നമ്മൾ ചെയ്തതെന്ന് കൃത്യമായിട്ട് മനസ്സിലായേ? സാധനത്തിന് വില 100 എടുക്കുന്നു, ഓരോ ഡിസ്കൗണ്ടും 100ൽ തന്നെ നിങ്ങൾ എഴുതുക. ക്ലിയർ. അതിനുശേഷം വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളയുക. പിന്നെ കിട്ടുന്നത് എന്തായിരിക്കും? സാധനത്തിന്റെ ഇപ്പോഴത്തെ വിലയാണ്, ഡിസ്കൗണ്ടിന് ശേഷമുള്ള വിലയാണ്. അത് എഴുതരുത്. എന്ത് ചെയ്യണം? സാധനത്തിന്റെ വിലയിൽ നിന്നും ഇപ്പോൾ കിട്ടിയ വിലയെ കുറച്ചാൽ എത്ര ശതമാനമാണ് അവിടെ കുറവ് വന്നതെന്ന് കൃത്യമായിട്ട് കിട്ടും. ക്ലിയർ ആണ്? ഓക്കെ ആണ്? ഒരു സൈക്കിൾ
5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ, അതായത് 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? ചോദ്യം എന്താ? ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു എങ്കിൽ ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് കണ്ടെത്താം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു എന്ന് പറയുന്നു? 25 മിനിറ്റ് എടുത്തു എന്ന് പറയുന്നു. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? നമ്മൾ എന്ത് ചെയ്താൽ മതി? ദാ ഇവിടുത്തെ അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഈ സമയമല്ലേ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ എന്ത് ചെയ്യണം? ദാ ഇങ്ങനെ ക്രോസ് ഗുണിക്കുക. ഇതേപോലുള്ള ഒരുപാട് കണക്ക് നമ്മൾ ചെയ്തു പഠിച്ചിരുന്നു. ഓക്കെ, ദാ ഇങ്ങനെ ക്രോസ് ഗുണിക്കുക, സിംഗിളായി കിടക്കുന്ന സംഖ്യ കൊണ്ട് അങ്ങ് ഹരിക്കുക അല്ലേ? നമുക്ക് നോക്കാം. 25 ഗുണം 3.5 ഡിവൈഡഡ് ബൈ എത്ര കൊണ്ടാണ് ഹരിക്കേണ്ടത്? 5 കൊണ്ട് ഹരിക്കണം. ക്ലിയർ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 5 കൊണ്ട് 25 അങ്ങ് വെട്ടിക്കൂടെ? അതായത് 5 5 25. ഇനി നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയേ. 3.5 ഗുണം 5, അതായത് 35 ഗുണം 5 ആദ്യം അങ്ങ് ചെയ്യണം അല്ലേ? 5 5 25, ശിഷ്ടൻ 2, 5 3 15 2 17, 175 എന്ന് കിട്ടി അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു ദശാംശമുണ്ട്, അതുകൊണ്ട് ഇവിടെ ഒരു ദശാംശം കൊടുക്കുക. നമ്മുടെ ആൻസറായി 17.5 മിനിറ്റ് കൊണ്ട് 3.5 കിലോമീറ്റർ അത് സഞ്ചരിക്കും. സിമ്പിളായിട്ട് മനസ്സിലായേ? ക്ലിയർ ആണ്? ഇതേ ടൈപ്പ് ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ?